ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് ജയ്പൂരിലെ ഹവാമാലിന്റെ മുമ്പിലാട്ടാ. ഹവാമാലിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ് ചൂണ്ടി കാണിച്ചാണ് ഞാൻ ഇവനോട് പറഞ്ഞത് ഇതാണ് ഹവാമാൽ എന്ന്. മച്ചാൻ അതാക്കെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. പാവം, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ മുട്ടിയിട്ട് ഈ പെണ്ണ് മാറിത്തണ്ട്. ഈ പെണ്ണിന്റെ പുതിയാപ്പളിന്റെ സാംസങ് ജാറ്റുലാട്ട ഫോട്ടോ എടുക്കണം. എമ്മാതിരി കോടടാ, ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ ഹവാമാല് കൊണ്ടുവച്ചമാരുണ്ട്. ഇവങ്കൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോ ചിരിച്ചൂടെ? ഇവൻ ഈ ഹാൻഡ്സ് മുണിങ്ങോല മാതിരി ചെടിന്റെ ഉള്ളിലൊക്കെ പടക്കം പൊട്ടിയോളി നിക്കണ മാതിരി. എന്താ അവന്റെ പ്രശ്നോ? സൈഡിൽ നിൽക്കണ അവന്റെ അമ്മ ചിരിക്കണൊക്കെയാണ്. ചിലപ്പോ ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഡോക്ടർ അവനോട് ചിരിക്കേണ്ടാറുണ്ടാവും. അതന്നെ ആവും കാരണം. ഗവൺമെന്റ് ജോലി ഇട്ടപ്പോ പെണ്ണ് സെറ്റായി കപ്പിൾസിന് ഞാനാട്ട ഫോട്ടോ എടുത്തെടുത്ത്. ഞാൻ അവൾക്ക് ഒരു അടിപൊളി ഫോട്ടോ എടുത്തെടുത്തപ്പോ ആ ചെങ്ങായി എനിക്ക് ഫ്ലൈയിങ് കിസ് തന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ ഫ്ലൈയിങ് കിസ് വേണ്ട, ഭാര്യന്റെ ഫ്ലൈയിങ് കിസ് മതിയായിരുന്നു. ഇന്ത്യൻ കക്കൂസിൽ ഇരിക്കണ മാതിരി ഇരുന്നാണ് ഇവരെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കണമെന്ന് അറിയാം. ഹവാമാല് ഫുള്ള് കിട്ടാനാട്ടോ. അത് യൂറോപ്യൻ കക്കൂസിൽ ഇരിക്കണ മാതിരി ഇരുന്നാ കിട്ടൂല. ഈ ചെങ്ങായി ഇന്റെ മാതിരി ഏതൊരു വ്ളോഗറാട്ടോ. അവന്റെ ചെങ്ങായി ആണെങ്കിൽ ക്യാമറയെ കുടുങ്ങാതെ മെരുവിന്റെ ചോര കുടിച്ച മാതിരി അനങ്ങാതെ സൈഡിൽ നിൽക്കണുണ്ട്. ഇവനാണെങ്കിൽ വീഡിയോയിൽ പറഞ്ഞത് സോളോ ട്രിപ്പ് ആണ്. റീച്ച് കിട്ടാനും വേണ്ടി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു നായിലെ. എനിക്ക് ഈ അമ്മൂമ്മനെ കണ്ടിട്ട് പാവം തോന്നണോ. കാരണം എന്താ വെച്ചാൽ ആ തൊപ്പിട്ട് ഫോട്ടോ എടുക്കാൻ 10 റുപ്യ. അറ്റിങ്ങൾ ഈ 10 റുപ്യ മുതലാക്കാൻ വേണ്ടി ആ തൊപ്പിയിട്ട് കൊടുക്കണില്ല. ആ ചെങ്ങായിന്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ കണ്ണു കൂട്ടിയൊന്നാണ് കൊടുക്കാൻ തോന്നുന്നത്. ഈ 3 കിങ്സിനും ഞാനാട്ടെ ഫോട്ടോ എടുത്ത് കൊടുത്ത്. ഇവലൊക്കെ ഞാൻ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണതിൽ താല്പര്യക്കുറവോടായിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് മിക്കവാറും അരവനാദ്യടിസ്റ്റം കളിക്കി കൊടുക്കേണ്ടി വരും താല്പര്യം കൂടാനേ. അതെന്തിനുള്ള താല്പര്യം കൂടാനാന്ന് പഠിച്ചോങ്കറിയാം. ഞാൻ എന്റെ തൊപ്പി 50 റുപ്യ എടുത്തുകൊണ്ട് ഈ അമ്മൂമ്മന്റെ നാട്ടെ വാങ്ങി. എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിട്ടൊന്നുമില്ല. കാരണം അമ്മൂമ്മക്കാണ് സന്തോഷമായിട്ട്. നമ്മൾ കാരണം ആരെങ്കിലൊക്കെ ചിരിക്കുകയാണെങ്കിൽ അത് മതി നമുക്ക്.